ഗൈസ്, ഞാനിപ്പം മഞ്ചേരി വ്യൂ പോയിൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ അധികം കാണാനൊന്നുമില്ല, എന്നാലും നമുക്ക് മഞ്ചേരിൻ്റെ ഒരു നല്ലൊരു വ്യൂ, കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഞ്ചേരിൻ്റെ ഏകദേശം ഒരു ഭാഗം ഇവിടുന്ന് കാണാമെന്നാണ് ആളുകൾ പറയുന്നത്. ഞാനിപ്പോൾ ഇവിടെ മഞ്ചേരി ഒരു ആവശ്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അടുത്ത് മഞ്ചേരി കാണാനുള്ള സ്ഥലങ്ങൾ ഏതാണ് എന്നിങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ വ്യൂ പോയിൻ്റ് കാണാം, അതിന് നല്ലൊരു റിവ്യൂവും കാണാനുണ്ടായി. അപ്പോൾ ഒന്ന് കാണാം, എന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് ഇടാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇങ്ങോട്ടേക്ക് പോകുന്നത്. എന്തായാലും കുഴപ്പമില്ലാത്ത, ഇവിടെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എനിക്ക് എത്താൻ പറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ആരും ഉണ്ടാവില്ല. 2-3 വണ്ടി ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ കുറച്ച് നേരത്തെ പോയി. അപ്പം ഇതാണ് ഇവിടുത്തെ ഇങ്ങനെ വ്യൂ ഉള്ളത്. അങ്ങനെ വന്നപ്പം താഴെ വന്നപ്പോൾ ഒരു വീട് കണ്ടു. നല്ല ഭംഗിയുള്ള സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ഉള്ള പോലത്തെ ഒരു വീട്, നല്ല കുറച്ചത്. ഇവിടെ താഴെ വന്നിട്ട് കണ്ടാറ്റോ. നമ്മുടെ ബെഞ്ച് മാർക്ക് സ്കൂൾ, CBSE സ്കൂൾ ഈ വഴിക്കാണ്. വ്യൂ പോയിൻറ്റിൽ പോയതിന് ശേഷം അവിടെ ഒരു ഉഷാറില്ലാന്ന് തോന്നി. അവിടെ ഞാൻ വിചാരിച്ച പോലെ ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ അടുത്ത് പിന്നെന്ന് കണ്ടത് ചെരണി ടൂറിസം പാർക്ക്. അങ്ങനെ പാർക്കിലേക്ക് പോന്നു. അവിടെ ആകുമ്പോൾ ഞാൻ മൈസൂരുണ്ടായിരുന്ന സമയം, മൈസൂരാണുണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസമായി നാട്ടിൽ വന്നു. മൈസൂരൊക്കെ ഇഷ്ടംപോലെ പാർക്കുകളുണ്ട്. നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ഉള്ള പാർക്കുകൾ മൈസൂർ, ബാംഗ്ലൂരൊക്കെ പോയവർക്കറിയാം. അപ്പം അതുപോലെ പാർക്കുകൾ ഞാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആകെ കിട്ടിയിരിക്കുന്ന ഒരു പാർക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ ശരിക്കും അങ്ങനെ ഒരുപാട് പാർക്കുകളും കാര്യങ്ങളൊക്കെ വരണ്ടായിരുന്നു. ആളുകൾക്ക് റിലാക്സ് ആകാനും അതുപോലെ തന്നെ ഒരു പച്ചപ്പും ഹരിതാപമൊക്കെ കണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഒരു കാര്യമാണ്. ഒരു മനസ്സിനും ശാരീരികമായിട്ടും ഒക്കെ നല്ലതാണ് മനുഷ്യന്. അങ്ങനെ ഇവിടെ നമുക്ക് പാർക്കിംഗ് ഫീ വരുന്നത് 10 രൂപ ബൈക്കിന്. പിന്നെ ഞാനത് കാണിക്കാം. പിന്നെ നമുക്കിവിടെ ടിക്കറ്റ് വരുന്നത് 20 രൂപയുള്ളൂ ഒരാൾക്ക് 20 രൂപ. കുട്ടികൾക്ക് ചെറിയ എന്താ പൈസയെന്ന് തോന്നുന്നു. ഞാനതും കാണിക്കാം, ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. മഞ്ചേരി മാത്രമുള്ളവർക്ക് വെറുതെ പിന്നെ ഒന്ന് ഇരിക്കുമ്പോഴൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. ഞാനിവിടെ എത്തിയപ്പോൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇവിടെ സെക്യൂരിറ്റി ആളുകളൊന്നും വന്നിട്ടില്ലായിരുന്നു, വരുന്നുള്ളായിരുന്നു. 8 മണിക്ക് എത്തി. ചെറുണി ടൂറിസം ഉദ്യാൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ചെറുണി ടൂറിസം പാർക്ക് എന്നാട്ടോ. ചെറുണി ടൂറിസം ഉദ്യാനാണ് ശരിക്കും. കണ്ടോ, ഡോഗ്സ് ഫ്രണ്ട്ലി ഡോഗ്സ്, ഹായ്. അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ വരാൻ വേണ്ടി ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. ഞങ്ങളങ്ങനെ നിൽക്കുമ്പോഴാണ് അവർ വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ ഡോഗ്സൊക്കെ ഉഷാറായി, അവരൊക്കെ ഒന്ന് ആക്റ്റീവായി ഓടാൻ തുടങ്ങി. ഇവർ ഇവിടെ ഭയങ്കര വൃത്തിയുടെ കാര്യത്തിൽ ഭയങ്കര സീനാട്ടോ, ഫൈനൊക്കെ ഉണ്ട്. പിന്നെ ഇവർ കയറി വരുമ്പോൾ തന്നെ എഴുതി വെക്കുന്നുണ്ട് വാഷ്റൂം കാര്യങ്ങളൊക്കെ എവിടെയുള്ള വേസ്റ്റ് ഇവിടെ ഇടാൻ പാടില്ല, ഇട്ട് കഴിഞ്ഞാൽ 5000 രൂപ ഫൈനുണ്ട് എന്ന് വരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. മാലിന്യം വലിച്ചെറിയരുത് എന്നൊക്കെ. കണ്ട ചെക്കന്മാരൊക്കെ ഒന്ന് ഉഷാറായി. ഗേറ്റ് തുറന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഒന്ന് ആക്റ്റീവായിട്ട് ചേച്ചീൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കുകയും അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടോ. അപ്പോൾ അവിടെ സെക്യൂരിറ്റി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇറങ്ങുമ്പം പൈസ കൊടുത്താൽ മതി, നിങ്ങളിപ്പോൾ പോകില്ലല്ലോ എന്ന് പറഞ്ഞു.
നല്ല ആൾക്കാരാണ്, ഒരുപാട് ടീംസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഉപദ്രവകാരികളല്ല കേട്ടോ. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ നല്ല തണുപ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നപ്പോൾ. പിന്നെ കുറച്ച് മുമ്പിലേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇരിക്കാനും നല്ല ഒരു ഗാർഡൻ പോലെ സെറ്റപ്പ്. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഇരിക്കാം ഫാമിലിയായിട്ട് വരുമ്പോഴൊക്കെ. പിള്ളേർക്ക് പ്ലേ ഏരിയ അപ്പുറത്തുണ്ട് കേട്ടോ. ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സ്ഥലം, പിന്നെ ഇവിടെ ഇരിക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ ഉഴുന്നിറങ്ങുന്ന സാധനമുണ്ട്, തവളയുടെ വായിന്ന് പിള്ളേർക്ക് ചാടി കളിക്കാൻ. എന്തോ കൂട്ടി വെച്ചേക്കെന്ന് തോന്നുന്നു, എന്തോ കംപ്ലൈൻ്റ് ആണോ എന്നറിയില്ല. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഇത് നമ്മളെ സ്ലൈഡിങ് സാധനം, മെയിൻ സാധനം പിള്ളേരുടെ. വലിയ ഏരിയൊന്നുമില്ല, ചെറിയ പിള്ളേർക്ക് കളിക്കാനൊക്കെ നല്ല രീതി. പിന്നെ ഇവിടെ നല്ല ഭംഗിയാക്കി ഇവർ വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കിയിട്ട് ചെടിയും കാര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ട് കാണാനൊക്കെ നല്ല രസമാണ്. ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല സെറ്റപ്പായിട്ട് ഇവിടെ എങ്ങനെയുണ്ട് കണ്ടോ. ചെടികളൊക്കെ നല്ല സെറ്റാക്കി വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല വൃത്തിയുണ്ട്. അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ കറക്റ്റ് വൃത്തിക്ക് കൊണ്ടെടുക്കുന്നുണ്ട്. ഇവിടേക്ക് നിന്ന് കുറേ പേര് ഫോട്ടോ എടുത്ത് മറ്റേ ഗൂഗിളിൽ ഇട്ടിട്ടുണ്ട്. മാപ്പിൽ നോക്കുമ്പോൾ നമുക്ക് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ നല്ല രസം. മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്നു കണ്ടോ. ഇവിടെ ഇരിക്കാനൊരു സെറ്റപ്പ്. ഇവിടെ ഞാൻ വന്ന് ഒരു 8-8:30 അപ്പോൾ ഒരു ചൂടുണ്ടായിരുന്നു. പിന്നെ ചുറ്റും ഇങ്ങനെ ഇവിടെ നിന്ന് കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കാം. വൈകുന്നേരം ആണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും, എല്ലാവരെയും കണ്ട്. അങ്ങനെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ കാര്യം, നേരത്തെ കണ്ട വ്യൂ പോയിന്റിലും വൈകുന്നേരം പോകുകയാണെങ്കിൽ നല്ല വ്യൂ കിട്ടും. രാവിലെ പോയത് വിൻ്ററിലാണെങ്കിൽ മാത്രമേ കോടയൊക്കെ കാണാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ ഇവിടെ നല്ലൊരു തണുപ്പുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു. അങ്ങനെ ചേരണി ടൂറിസം ഉദ്യാനിലെ സമയം 2 മണിക്കൂർ എന്തോ ആണ്. ഞാനിപ്പോൾ വന്നിട്ട് 8 മണി എന്തോ 8-8:15 ആയി വന്നപ്പോൾ. ഇപ്പോൾ ഏകദേശം 9:15-9:30 ആവും. അപ്പം ഇന്ന് ഇത്രേ ഉള്ളൂ. 2 മണിക്കൂറൊക്കെ ചുമ്മാ സ്പെൻഡ് ചെയ്യാം ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ. ഒറ്റയ്ക്കൊന്നും എന്നെപ്പോലെ ചെയ്യാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ വരാം. നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വേനലിൽ. നാളെ വേറൊരു സ്ഥലം മഞ്ചേരി പോകാൻ വിചാരിക്കുന്നുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.